Morning. Today, let us start with the continuation to the previous topic, which is the discussion based on the CISC processor. We have already seen the differences between CISC and RISC architecture instruction set, which was just the basic concept we have discussed in the last sessions. Today, we are going to see in detail about the CISC architecture. Okay. The topic name is CISC scalar processor. ഓൾറെഡി പഠിച്ചതാണ്. സിസ്കിൻ്റെ കുറച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാനുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇറ്റ് എക്സിക്യൂട്ട്സ് സ്കെയിലാർ ഡാറ്റ. ഓക്കെ, നമുക്ക് വെക്ടർ പ്രോസസ്സിംഗ് അല്ല, സ്കെയിലാർ ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. ഇൻ സിംപ്ലസ്റ്റ് സ്കെയിലാർ പ്രോസസ്സർ ഇറ്റ് എക്സിക്യൂട്ട്സ് ഇൻറ്റിജർ ആൻഡ് ഫിക്സഡ് പോയിൻ്റ് ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള സ്കെയിലാർ പ്രോസസ്സറിൽ ഇൻറ്റിജറും ഫിക്സഡ് പോയിൻ്റ് ഓപ്പറേഷൻസുമാണ് ചെയ്യുന്നത്. In modern scalar processor, it executes both integer and floating point unit. Okay, അപ്പോൾ മോഡേൺ സ്കെയിലർ പ്രോസസ്സറിൻ്റെ ക്യാപ്പബിലിറ്റി എന്താണ്? ഇറ്റ് ക്യാൻ എക്സിക്യൂട്ട് ബോത്ത് ഇൻറ്റിജർ ആൻഡ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് യൂണിറ്റ് ആണ്. ഓക്കെ, ബേസിക് സ്കെയിലർ പ്രോസസ്സറിൻ്റെ ക്യാപ്പബിലിറ്റിയാണ് പറഞ്ഞത്. ഇറ്റ് എക്സിക്യൂട്ട്സ് ഓൺലി ഇൻറ്റിജർ ആൻഡ് ഫിക്സഡ് പോയിൻ്റ് ഓപ്പറേഷൻ. In modern CISC processors, it can execute both integer as well as floating point unit. Okay. CISC scalar processor uses pipelined design. We have already discussed what is pipelining and what are the stages of the different stages of the pipeline. അങ്ങനെ ആ പറഞ്ഞ പൈപ്പ്ലൈനിങ് ടെക്നോളജി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദ ബേസിക് ഇൻട്രൊഡക്ഷൻ. അപ്പോൾ സിസ്കിൻ്റെ ഒരു പൈപ്പ്ലൈനിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. ക്യാൻ യൂസ് ബോത്ത് 6 or 5 സ്റ്റേജ് പൈപ്പ്ലൈൻ. ഓക്കെ, 6 സ്റ്റേജും 5 സ്റ്റേജ്, രണ്ട് ഡിഫറെൻറ്റ് ജനറേഷൻസിൽ വന്ന ആർക്കിടെക്ചറിൽ, രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ആർക്കിടെക്ചറിൽ ഒന്നിൽ 6 സ്റ്റേജ് ഉപയോഗിക്കുന്നുണ്ട്, വേറൊരെണ്ണത്തിൽ 5 സ്റ്റേജ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. നമ്മുടെ എഫ് ഡി എ ഒക്കെ അറിയാമല്ലോ, ഫെച്ച് ഇൻസ്ട്രക്ഷൻ, ഡി ഫോർ ഡീകോഡിങ്. എ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല, ദറ്റ് ഈസ് അഡ്രസ് ജനറേഷൻ. C is for cache access, E is for execute, and WB for write back. ഇതാണ് 6 സ്റ്റേജ് പൈപ്പ് ലൈൻ. ഓക്കെ, ഇതിന് നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇൻറ്റൽ പ്രോസസ്സറിലെല്ലാം നമ്മൾ എന്ത് ചെയ്തു? 5 സ്റ്റേജ് പൈപ്പ് ലൈൻ ആക്കി മാറ്റി. ഓക്കെ, ഇത് മോട്ടോറോള MC68040 എന്ന് പറയുന്ന ആർക്കിടെക്ചറിലാണ് ഈ പറഞ്ഞ 6 സ്റ്റേജ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് വന്ന ഇൻ്റർ പ്രോസസ്സേഴ്സിലെല്ലാം അവരത് എന്ത് ചെയ്തു? അത് വേറെ രീതിയിലേക്ക് അത് മാറ്റി. അതായത് ഈ പറഞ്ഞ ഈ എക്സിക്യൂട്ടും ഈ ക്യാഷ് ആക്സസും ഉണ്ടല്ലോ, അത് രണ്ടും കൂടെ ഒറ്റ സ്റ്റേജാക്കി മാറ്റി. അതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതാണ് ഫെച്ച്, ഡീകോഡ്, അഡ്രസ് ജനറേഷൻ, എക്സിക്യൂട്ട് ആൻഡ് ക്യാഷ് ആക്സസ്. ഓക്കെ, ദെൻ റൈറ്റ് ബാക്ക്. ഇത്രയാണ് 5 സ്റ്റേജ് പൈപ്പ് ലൈനിൽ വരുന്നത്. അപ്പോൾ എപ്പോഴും ആലോചിക്കുക, 6 stage pipeline is used in CISC architecture based on 6 stage pipeline is used in Motorola MC68040 under CISC architecture. 5 stage pipeline is used in Intel Pentium processors. Okay, അപ്പോൾ എങ്ങനെയാണ് 6 എങ്ങനെയാണ് 5 വന്നത്, 6 നിന്ന് എങ്ങനെയാണ് 5ലേക്ക് വന്നത് എന്നുള്ളത് ഈ ഫിഗറിൽ ഇറ്റ് ഈസ് ക്ലിയർലി ഡിഫൈൻ. അത് നോക്കി മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ ഒരു സിസ്കിൻ്റെ പ്രോസസ്സറിൻ്റെ ഒരു കമ്പാരിസണാണ്. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇതിൽ നമുക്ക് ഇൻറ്റൽ i4086ഉം മോട്ടറോളയുടെ നേരത്തെ പറഞ്ഞ MC68040 പ്രോസസ്സറും പിന്നെ NS32532 ഈ 3 മോഡലിൻ്റെയും ചില വ്യത്യാസങ്ങളാണ്, ഓരോ ഫീച്ചേഴ്സ് തമ്മിലുള്ള ഓരോ വ്യത്യാസങ്ങളാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അതിൻ്റെ ഇൻസ്ട്രക്ഷൻ സൈസ്, ഇൻറ്റലിൻ്റെ ഇൻസ്ട്രക്ഷൻ സൈസ് എന്ന് പറയുന്നത് 157 ഇൻസ്ട്രക്ഷൻസ് ആണ്. 32 ബിറ്റ് പ്രോസസ്സറാണ്. ഇതിൽ വന്നിട്ട് 113 ഇൻസ്ട്രക്ഷനും 32 ബിറ്റ് പ്രോസസ്സർ തന്നെയാണ്. ഇതിൽ കുറവാണ്, 63 ഇൻസ്ട്രക്ഷനും ഇത് 32 ബിറ്റുമാണ്. ഓക്കെ, അഡ്രസ്സിങ് മോഡ് ഇൻറ്റലിൽ 12 ആയിരുന്നു, ഇവിടെ വന്നപ്പോഴത്തേക്കും 18 ഉണ്ട്. ഓക്കെ, NSൽ 9 ആണ്. ഓക്കെ, ഇൻറ്റിജർ യൂണിറ്റ് ആൻഡ് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. ഓക്കെ, 32 ബിറ്റ് ഉണ്ട് വിത്ത് 8 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സാണ്. ഇതിൽ 32 ബിറ്റ് വിത്ത് 16 രജിസ്റ്റേഴ്സാണ്, ഇതും 8 രജിസ്റ്റേഴ്സാണ്. ഓക്കെ, 3ഉം 32 ബിറ്റാണ് നമുക്കറിയാം. ഇതിൽ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് 8ഉം 16ഉം 8ഉം ആണ്. ഓക്കെ, ദെൻ ഓൺ ചിപ്പ് ക്യാഷ്
ഓൺ ചിപ്പ് ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇൻബിൽട്ട് ആയിട്ടുള്ള ക്യാഷ് ഉണ്ട്. ഓക്കെ, ഈ പ്രോസസ്സറിനകത്ത് ഇൻബിൽട്ട് ക്യാഷ് ഉള്ളതാണ് ഓൺ ചിപ്പ് ക്യാഷ് എന്ന് പറയുന്നത്. അത് 8 KB ആണ്. ഓക്കെ, ഇവിടെ 4 KB ഫോർ ഇൻസ്ട്രക്ഷൻ ആൻഡ് 4 KB ഫോർ ഡാറ്റ. ഓക്കെ, കോഡ് ക്യാഷ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷനാണ്. 4 KB ഇൻസ്ട്രക്ഷൻ ക്യാഷിനും 4 KB ഡാറ്റ ക്യാഷിനുമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ കുറച്ച് കൂടുതലാണ്. 512B ഫോർ കോഡ് ക്യാഷ് ആൻഡ് 1 KB ഫോർ ഡാറ്റ ക്യാഷ് കുറവാണ്. ഓക്കെ, അപ്പോൾ 512B ഫോർ കോഡ് ക്യാഷ് ആൻഡ് 1 KB ഫോർ ഡാറ്റ ക്യാഷ്. നെക്സ്റ്റ്, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് യൂണിറ്റ് രജിസ്റ്റേഴ്സ് ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ്. ഓക്കെ, ഇതിൽ എന്തൊക്കെ ഫങ്ഷണൽ യൂണിറ്റ്സ് ഉണ്ട്, ഏതൊക്കെ രജിസ്റ്റേഴ്സ് ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഓൺ ചിപ്പ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് യൂണിറ്റുകളുണ്ട്. 8 ഫ്ലോട്ടിംഗ് പോയിൻറ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഓൺ ചിപ്പ് 3 പൈപ്പ്ലൈൻ സ്റ്റേജ് 880 ബിറ്റ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് രജിസ്റ്റേഴ്സ് ഓഫ് ചിപ്പാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് യൂണിറ്റ് നമ്മൾ ചിപ്പിന് പുറത്തായിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ചിപ്പിനകത്ത് നമ്മൾ ഓൺ ചിപ്പായിട്ട് ചെയ്തിട്ടില്ല, ഇൻബിൽട്ടായിട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കാം. പിന്നെ പൈപ്പ്ലൈൻ സ്റ്റേജ് ഇത് 5, നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻറ്റലിൻ്റെ അത് 5 ആണ്, ഇത് 6, ഇത് 4 ആണ്. ഓക്കെ, പ്രൊട്ടക്ഷൻ ലെവൽ അതിനൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല, അതൊന്നും ജസ്റ്റ് പറയണ്ട. മെമ്മറിയുടെ കാര്യം പറയാം. മെമ്മറി ഇത് സെഗ്മെൻറ്റഡ് പേജിംഗ് ആണ്, 4 KB പെർ പേജ്. ഓക്കെ, ഇത് പേജിംഗ് വിത്ത് 4 or 8 KB, ഇത് പേജിംഗ് വിത്ത് 4 KB. ഓക്കെ, നമുക്ക് എല്ലാ കോൺസെപ്റ്റൊന്നും വേണ്ട. ഈ 32 എൻട്രീസ് TLB ATC ഒന്നും വേണ്ട. ഓക്കെ, TLB എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫറാണ്. നമുക്ക് ഈ ഫിസിക്കൽ വിർച്വൽ അഡ്രസ്സിനെ ഫിസിക്കൽ അഡ്രസ്സാക്കി മാറ്റുന്നതിനാണ് ഈ TLB എന്ന് പറയുന്നത്. ATC അതേ മെക്കാനിസം തന്നെയാണ്. ഫിസിക്കലിനെ വിർച്വൽ അഡ്രസ്സിനെ ഫിസിക്കലിലേക്ക് മാറ്റാനുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ TLB ATC എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ ടെക്നോളജി ഈ CHMOS അങ്ങനെയൊന്നും അതൊന്നും പഠിക്കേണ്ട. ഇതിൻ്റെ ക്ലോക്ക് റേറ്റും പഠിക്കുക. ഇതിൻ്റെ അതിൻ്റെ ക്ലോക്ക് റേറ്റ് മാത്രം പഠിച്ചാൽ മതി, ഇത്ര പിൻസ് അതൊന്നും വേണ്ട. ഓക്കെ, ഇത് 2 വേരിയൻറ്റിലാണ് വന്നിരുന്നത്, 25 MHz 33 MHz. ഓക്കെ, ഇതിൽ 20 MHz 40 MHz, ഇത് 30 MHz. ഓക്കെ, ഇനി ഇതിൻ്റെ MIPSും കൂടെ പഠിക്കുക. പെർഫോമൻസ് 24 MIPS കിട്ടുന്നു. 25 MHz പ്രോസസ്സർ യൂസ് ചെയ്തിരുന്നപ്പോൾ ഇറ്റ് ഗോട്ട് 24 MIPS. ഓക്കെ, ഇതിൽ 2 പ്രോസസ്സർ ഉണ്ടല്ലോ, അപ്പോൾ 2 MHz 2 ഫ്രീക്വൻസിയിൽ എത്ര കിട്ടി എന്നുള്ളതാണ്. 20 MIPSും അറ്റ് 25 MHz ആൻഡ് 30 MIPS അറ്റ് 60 MHz. ഇവിടെ 60 MHzൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്, 40 പറഞ്ഞിട്ടില്ല. 60 MHz 30 MIPS. ഓക്കെ, ദെൻ 50 MIPS അറ്റ് 30 MHz. ഓക്കെ, ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, സിസ്കിൻ്റെ 3 തരം പ്രോസസ്സേഴ്സിൻ്റെ ഫീച്ചർ കമ്പാരിസണാണ് ഈ പറയുന്നത്. അപ്പം നമുക്ക് ഈ ഡീറ്റെയിൽഡായിട്ട് 2 ആർക്കിടെക്ചർ പഠിക്കാനുണ്ട്. ഓക്കെ, വാക്സ് ആർക്കിടെക്ചറും ഉണ്ട്, ഈ പറഞ്ഞ മോട്ടോറോള 68040 ഉണ്ട്. അതാണ് നമ്മളിനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആർക്കിടെക്ചർ പഠിക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ കോൺസെപ്റ്റുകളെല്ലാം നമ്മളവിടെയും പറയും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആർക്കിടെക്ചറാണ് വാക്സ് 8600 പ്രോസസ്സർ ആർക്കിടെക്ചർ. ഓക്കെ, ടിപ്പിക്കൽ CISC പ്രോസസ്സർ ആർക്കിടെക്ചറാണ്. ഓക്കെ, ഇതൊരു ബേസിക് ആയിട്ടുള്ളൊരു CISC ആർക്കിടെക്ചറാണ് വാക്സ് 8600 പ്രോസസ്സർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് മെയിനായിട്ട് വരുന്നത് മെയിൻ മെമ്മറി ഉണ്ട്. ഓക്കെ, മെയിൻ മെമ്മറി 8 MB ആണ്. ദെൻ പിന്നെ നമുക്ക് ഒരു മെമ്മറി ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. അത് നമുക്ക് TLB എന്ന് എഴുതിയിട്ടുണ്ട്, ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫർ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫിസിക്കൽ മെമ്മറി, വിർച്വൽ മെമ്മറീനെ നമ്മൾ ഫിസിക്കൽ മെമ്മറി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന കോൺസെപ്റ്റാണിത്. ഓക്കെ, അതാണ് നമ്മൾ TLBയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്കൊരു ക്യാഷ് ഉണ്ട്. ഓക്കെ, യൂണിഫൈഡ് ക്യാഷാണ്. യൂണിഫൈഡ് ക്യാഷ് എന്ന് പറയുമ്പോഴത്തേക്കും ഇൻസ്ട്രക്ഷനും ഡാറ്റയ്ക്കും ഒരേ ക്യാഷ് തന്നെയാണ്. ഓക്കെ, 16 KB യൂണിഫൈഡ് ക്യാഷാണ്. പിന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻ യൂണിറ്റ് ഉണ്ട്. ഓക്കെ, ഇൻസ്ട്രക്ഷൻ യൂണിറ്റിനകത്ത് വി ആർ ഹാവിങ് 16 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. GPRs എന്ന് പറഞ്ഞാൽ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 16 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിൽ നമുക്ക് 2 ഫങ്ഷണൽ യൂണിറ്റ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് കൺകറൻ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഫങ്ഷണൽ യൂണിറ്റ്സ് ഉണ്ട്. ഇൻറ്റിജർ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള യൂണിറ്റും ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് യൂണിറ്റിനുള്ള ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള യൂണിറ്റും ഉണ്ട്.
ഓക്കെ, അപ്പോൾ നിങ്ങൾ പറയേണ്ടത് ഇറ്റ് ഈസ് ഹാവിങ് 2 ഫങ്ഷണൽ യൂണിറ്റ് ഫോർ കൺകറൻറ്റ് എക്സിക്യൂഷൻ ഓഫ് ഇൻറ്റിജർ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഇൻറ്റിജറും ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള 2 ഫങ്ഷണൽ യൂണിറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറയേണ്ടത്. ഓക്കെ, ഇതാണ് ഇതിൽ മെയിൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെയിൻ മെമ്മറി, പിന്നെ നമുക്കൊരു കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫർ ഉണ്ട് അതിനകത്ത് ഈ പറഞ്ഞ ട്രാൻസ്ലേഷന് നമുക്ക് യൂസ് ചെയ്യാം. ഫിസിക്കൽ അഡ്രസ്സിനെ വിർച്വൽ അഡ്രസ്സിലേക്ക് മാറ്റാനും തിരിച്ചും. ഓക്കെ, വിർച്വൽ അഡ്രസ്സിൽ നിന്ന് നമുക്ക് ഫിസിക്കൽ അഡ്രസ്സ് മാറ്റാനുള്ള ക്യാപ്പബിലിറ്റി ഇതിനകത്തുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ നമുക്ക് ബേസിക് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു യൂണിഫൈഡ് ക്യാഷാണ്. യൂണിഫൈഡ് ക്യാഷിനകത്ത് ഇൻസ്ട്രക്ഷനും ഡാറ്റയും രണ്ടും സപ്പോർട്ട് ചെയ്യും. ഓക്കെ, പിന്നെ നമുക്ക് ഇൻസ്ട്രക്ഷൻ യൂണിറ്റിനകത്ത് 16 GPRS, ഓക്കെ, 16 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് 2 ഫങ്ഷണൽ യൂണിറ്റ്സ് ഉണ്ട്. ഓക്കെ, പിന്നെ അതിനകത്ത് 300 ഇൻസ്ട്രക്ഷൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 20 അഡ്രസ്സിങ് മോഡ്സ് ഉണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിനി അടുത്ത തിയറി പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇത് ബേസിക് ആർക്കിടെക്ചറിൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ തിയറി പറയുന്നത് പ്രോസസ്സർ യൂസസ് CISC ആർക്കിടെക്ചർ വിത്ത് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ, അതായത് പ്രോഗ്രാമിംഗ് അതിനകത്ത് ഈ പ്രോസസ്സറിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ. ഇറ്റ് ഈസ് ഹാവിങ് 300 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. 20 ഡിഫറെൻറ്റ് അഡ്രസ്സിങ് മോഡ്സ് ഉണ്ട്. ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല. 300 ഇൻസ്ട്രക്ഷൻസും 20 ഡിഫറെൻറ്റ് അഡ്രസ്സിങ് മോഡ്സും ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ 2 ഫങ്ഷണൽ യൂണിറ്റ്സ് ഉണ്ട് ഫോർ കൺകറൻറ്റ് എക്സിക്യൂഷൻ ഓഫ് ഇൻറ്റിജർ ആൻഡ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, നമുക്ക് ഇൻറ്റിജറിനും ഫ്ലോട്ടിംഗ് പോയിൻറ്റിനുള്ള 2 സെപ്പറേറ്റ് കൺകറൻ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഫങ്ഷണൽ യൂണിറ്റ്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ 16 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്, ഓൾറെഡി പറഞ്ഞതാണ്. പിന്നെ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ. ഓക്കെ, അത് നമ്മൾ നേരത്തെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈന് 6 സ്റ്റേജ് പൈപ്പ് ലൈനാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ 6 സ്റ്റേജ് ആണ്. പിന്നെ ഇൻസ്ട്രക്ഷൻ യൂണിറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? ഇൻസ്ട്രക്ഷൻ യൂണിറ്റ്, നമുക്കിവിടെ ഇൻസ്ട്രക്ഷൻ യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ആ യൂണിറ്റിൽ ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. പ്രീഫെച്ച് ആൻഡ് ഡീകോഡ് ഇൻസ്ട്രക്ഷൻ, ഹാൻഡിൽ ബ്രാഞ്ചിങ് ഓപ്പറേഷൻ, സപ്ലൈഡ് ഓപ്പറൻറ്റ് ടു ദ 2 ഫങ്ഷണൽ യൂണിറ്റ്സ് ഇൻ ദ പാരലൽ പൈപ്പ് ലൈൻ ടു ഫങ്ഷൻ. ഓക്കെ, ഇൻസ്ട്രക്ഷൻസ് പ്രീഫെച്ച് ചെയ്യുക, അത് ഡീകോഡ് ചെയ്യുക, പിന്നെ ബ്രാഞ്ചിങ് ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യുക, പിന്നെ നമ്മുടെ ഫങ്ഷണൽ യൂണിറ്റിലേക്ക് നമ്മൾ ഓപ്പറൻസ് എത്തിച്ചു കൊടുക്കുക. ഈ ഫങ്ഷണൽ യൂണിറ്റിലേക്ക് ഓപ്പറൻസ് എത്തിച്ചു കൊടുക്കുന്നതും ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ യൂണിറ്റാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നേരത്തെ പറഞ്ഞ TLB എന്താണെന്നുള്ളത്. TLB വാസ് യൂസ്ഡ് ഇൻ ദ മെമ്മറി യൂണിറ്റ്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫോർ ഫാസ്റ്റ് ജനറേഷൻ ഓഫ് ഫിസിക്കൽ അഡ്രസ് ഫ്രം എ വിർച്വൽ അഡ്രസ്. വിർച്വൽ അഡ്രസ്സിൽ നിന്ന് ഫിസിക്കൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബോത്ത് ഇൻറ്റിജർ ആൻഡ് ഫ്ലോട്ടിംഗ് പോയിൻറ്റ്സ് യൂണിറ്റ്സ് വെയർ പൈപ്പ് ലൈൻഡ്. അപ്പോൾ ഈ ഇൻറ്റിജറും ഫ്ലോട്ടിംഗ് പോയിൻറ്റ് യൂണിറ്റും പൈപ്പ് ലൈൻഡാണ്. ഓക്കെ, പൈപ്പ് ലൈൻ സ്റ്റേജ് വെച്ചാണ് അവർ അത് കൺട്രോൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ CPI ഓഫ് വാക്സ് വേരിഡ് ഫ്രം 2 to 20 സൈക്കിൾസ്. അപ്പോൾ ഇതിൻ്റെ CPI നമ്മുടെ പെർഫോമൻസ് അളക്കുന്ന ഇതാണ് CPI എന്ന് പറയുന്നത്. ഓക്കെ, ക്ലോക്ക് സൈക്കിൾസ് അത് 20 to 20 സൈക്കിൾസാണ്. ഓക്കെ, because both multiply and divide instruction needs execution units for a large number of cycle. നമുക്ക് രണ്ടും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ മൾട്ടിപ്ലൈയും ഡിവിഷൻ ഇൻസ്ട്രക്ഷൻസ് ഒരുമിച്ച് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ച് സൈക്കിൾസ് കൂടി എടുക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ അതുകൊണ്ടാണ് നമുക്ക് 20 to 20 സൈക്കിൾസ് വരെ നമുക്ക് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആർക്കിടെക്ചർ. ഈ ഫിഗർ എന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. പിന്നെ അഡീഷണലായിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതായത് 300 ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെന്നും 20 ഡിഫറെൻറ്റ് അഡ്രസ്സിങ് മോഡ്സ് ഉണ്ടെന്നും. ഓക്കെ, പിന്നെ 16 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ടെന്ന് അതിനകത്തുണ്ട്. പിന്നെ എന്താണ് 20 to 20 സൈക്കിൾസാണ് ഇതിൻ്റെ CPI എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഇൻസ്ട്രക്ഷൻ യൂണിറ്റിൻ്റെ ഫങ്ഷൻസ് പറഞ്ഞു കൊടുക്കുക. പ്രീഫെച്ച് ആൻഡ് ഡീകോഡ് ഇൻസ്ട്രക്ഷൻ, പിന്നെ ബ്രാഞ്ചിങ് ഓപ്പറേഷൻസ് ഹാൻഡിൽ ചെയ്യുക, പിന്നെ ഈ ഓപ്പറൻസ് ഈ ഫങ്ഷണൽ യൂണിറ്റ്സിലേക്ക് ഓപ്പറൻസ് എത്തിച്ചു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ദിസ് ഈസ് ദ ബേസിക് ആർക്കിടെക്ചർ ഓഫ് വാക്സ് 8600 പ്രോസസ്സർ. ഓക്കെ, സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ്. ഇനി അടുത്തത് നമ്മൾ ആ ഡിഫറൻസിൽ രണ്ടാമത്തെ ടേബിളിൽ നമ്മൾ രണ്ടാമത് കണ്ട സംഭവമാണത്. MC
Motorola MC68040. ഓക്കെ, അതാണ് ഈ ഫിഗർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കുറച്ചുകൂടെ എഫിഷ്യൻസി ഉള്ള ഒരു പ്രോസസ്സറാണ്. അപ്പോൾ ഇതിന് നമുക്ക് സെപ്പറേറ്റ് യൂണിറ്റ് ഉണ്ട്. മറ്റേതിന് യൂണിഫൈഡ് യൂണിറ്റ് ആയിരുന്നു. ഒരു മെമ്മറി യൂണിറ്റിനകത്ത് തന്നെ രണ്ട് കാര്യങ്ങളും ചെയ്യുമായിരുന്നു. ഓക്കെ, ഇൻസ്ട്രക്ഷനും ഡാറ്റയും ഹാൻഡിൽ ചെയ്യുമായിരുന്നു. ബട്ട് ഹിയർ വി ആർ ഹാവിങ് സെപ്പറേറ്റ് ഇൻസ്ട്രക്ഷൻ മെമ്മറി യൂണിറ്റ് ആൻഡ് ഡാറ്റ മെമ്മറി യൂണിറ്റ്. ഓക്കെ, at the same time we are having separate functional unit for integer and floating point. രണ്ടും പൈപ്പ്ലൈൻഡ് ആണ്. ഓക്കെ, ഇൻസ്ട്രക്ഷനിൽ നമുക്ക് 6 സ്റ്റേജസ് ഉണ്ട്, ഇതിൽ നമുക്ക് 3 സ്റ്റേജസ് ഉണ്ട്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഇൻസ്ട്രക്ഷൻ്റെ കണക്കെന്ന് പറയുന്നത് 100 ഇൻസ്ട്രക്ഷൻസ് ആണ്. പിന്നെ നമുക്ക് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഒരു 16 16 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട്, 18 അഡ്രസ്സിങ് മോഡ്സ് ഉണ്ട്. പിന്നെ ഈ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡാറ്റ ക്യാഷ്, ഇവിടെ നമുക്ക് ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻ ക്യാഷ് ഉണ്ട്. ഇൻസ്ട്രക്ഷൻ മെമ്മറി യൂണിറ്റിനകത്ത് വി ആർ ഹാവിങ് എ ഇൻസ്ട്രക്ഷൻ ക്യാഷ് ആൻഡ് ഓൾസോ എ ഡാറ്റ ക്യാഷ് ഇൻ ദ ഡാറ്റ മെമ്മറി യൂണിറ്റ്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 4 KB ആണ്. 4 KB ഇൻസ്ട്രക്ഷൻ ക്യാഷ് ആൻഡ് 4 KB ഡാറ്റ ക്യാഷ്. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ ഡാറ്റ ATC, ഇൻസ്ട്രക്ഷൻ ATC എന്ന് പറയുന്ന സംഭവം. ഓക്കെ, ഇതെന്ന് പറയുന്നത് അഡ്രസ് ട്രാൻസ്ലേഷൻ ക്യാഷാണ്. ATC സ്റ്റാൻഡ്സ് ഫോർ അഡ്രസ് ട്രാൻസ്ലേഷൻ ക്യാഷ്. ഇതെന്തിന് യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫർ TLB പഠിച്ചല്ലോ മറ്റേ ആർക്കിടെക്ചറിൽ, അതേ മെക്കാനിസം തന്നെയാണ്. അതായത് നമുക്ക് വിർച്വൽ അഡ്രസ്സിൽ നിന്ന് നമുക്ക് ഫിസിക്കൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ സിസ്റ്റം. ഓക്കെ, TLBയുടെ സെയിം ഫംഗ്ഷൻ തന്നെയാണ്, പക്ഷേ പേര് മാത്രം വ്യത്യാസം. അഡ്രസ് ട്രാൻസ്ലേഷൻ ക്യാഷും ഡാറ്റ മെമ്മറി യൂണിറ്റിൽ ഡാറ്റ ATCയും ഇതിൽ ഇൻസ്ട്രക്ഷൻ ATCയും. ഓക്കെ, അപ്പോൾ ഓരോ ആർക്കിടെക്ചർ വരുമ്പോഴത്തേക്കും ഫങ്ഷനാലിറ്റി സെയിം ആയിരിക്കും, പക്ഷേ അതിൻ്റെ ആ ഒരു പേരുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരിക്കലും TLB എന്ന് എഴുതരുത്, അത് തെറ്റാണ്. ഓക്കെ, അങ്ങനെ എഴുതരുത്, മാർക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ATC എന്ന് തന്നെ എഴുതണം, അഡ്രസ് ട്രാൻസ്ലേഷൻ ക്യാഷ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ യൂണിറ്റ്സ് പൈപ്പ്ലൈൻഡ് ആണ്. ആ 6 സ്റ്റേജും ഇത് 3 സ്റ്റേജുമാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ തിയറി പാർട്ടിലേക്ക് പോവാം. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 100 ഇൻസ്ട്രക്ഷൻസ്, 16 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, 18 അഡ്രസ്സിങ് മോഡ്സ് ഉണ്ട്. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്ട്രക്ഷൻ ഡാറ്റ ക്യാഷ് 4 KB ആണ്. ഓക്കെ, അത് നമുക്കറിയാം. നമ്മുടെ ഈ സംഭവം ഇത് ഇൻസ്ട്രക്ഷൻ ക്യാഷ്, ഡാറ്റ ക്യാഷ്, ഇത് 4 KB. Then separate memory management unit supported by address translation cache. Okay, memory management unit-നകത്ത് നമുക്ക് ഇറ്റ് ഈസ് ഹാവിങ് എ സെപ്പറേറ്റ് മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റും ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് നമുക്ക് ഒരു ATC സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഡാറ്റ ATC ഉണ്ട്, ഇൻസ്ട്രക്ഷൻ ATC ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റിൻ്റെ കാര്യം പറഞ്ഞില്ല. ഇറ്റ് ഈസ് ഹാവിങ് എ സെപ്പറേറ്റ് മെമ്മറി മാനേജ്മെൻറ്റ് യൂണിറ്റ് ഫോർ ഇൻസ്ട്രക്ഷൻ ആസ് വെൽ ആസ് ഡാറ്റ. ക്ലിയർ? അത് പറയാം. പിന്നെ എന്താണ് അഡ്രസ് ട്രാൻസ്ലേഷൻ ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഈക്വലൻ ടു TLB. നമ്മുടെ ട്രാൻസ്ലേഷൻ ലുക്ക് അസൈഡ് ബഫറിൻ്റെ സെയിം ഫങ്ഷനാലിറ്റിയാണ് എന്താണ് ATC പെർഫോം ചെയ്യുന്നത്. ദ സെയിം ഫങ്ഷനാലിറ്റി ഈസ് ആക്ച്വലി ഡൺ ബൈ ദ ATC ഇറ്റ്സെൽഫ്. ഓക്കെ, ദെൻ 18 അഡ്രസ്സിങ് മോഡ്സ്. ഓക്കെ, 18 അഡ്രസ്സിങ് മോഡ്സ് ഉണ്ട്. ഓക്കെ, അതിൽ കുറച്ച് പറഞ്ഞിട്ടുണ്ട്. രജിസ്റ്റർ, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്, ഇൻഡെക്സിങ്, മെമ്മറി ഇൻഡയറക്റ്റ്, പ്രോഗ്രാം കൗണ്ടർ, ഇൻഡയറക്റ്റ്, അബ്സല്യൂട്ട് ആൻഡ് ഇമ്മീഡിയറ്റ് മോഡ്സ്. ഓക്കെ, പിന്നെ ഇൻറ്റിജർ യൂണിറ്റ് we are having 2 functional units, integer unit and the floating point unit. In integer unit we are having 6 pipelined stages. All instructions are decoded by the integer unit. Okay, അതായത് ഇൻറ്റിജർ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഡീകോഡ് ചെയ്യുന്നത് ഇൻറ്റിജർ യൂണിറ്റ് ആണ്. The floating point unit consists of 3 pipelined stages, as we have already seen the figure. The floating point instructions are forwarded to the floating point unit for execution. A floating point instruction വന്നു കഴിഞ്ഞാൽ ഉടനെ it is be fed to the floating point unit for execution. Okay, simple concept. Then memory unit. Memory unitൻ്റെ കാര്യം പറഞ്ഞു. Data memory unit ഉണ്ട്. Okay, instruction memory unit ഉണ്ട്. You are having separate memory unit for data as well as instruction. Then separate instruction and data buses are used to and from the instruction and data from the memory unit. അതായത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഡാറ്റ ബസ്സാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. എവിടെ നിന്നാണ്? നമ്മൾ ഇൻസ്ട്രക്ഷനിൽ നിന്നും ഡാറ്റയിലേക്കും സെപ്പറേറ്റ് ഉള്ള ഡാറ്റ ബസ്സാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ?
അതായത് നമ്മൾ ഈ ഫിഗറിൽ ഉണ്ട്, ഈ ഫിഗർ ഉണ്ട്, നമുക്ക് ഹാവിങ് എ സെപ്പറേറ്റ് ബസ് ഫോർ ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡാറ്റ. ഓക്കെ, ഇൻസ്ട്രക്ഷൻ കൊണ്ടുപോകാനും ഡാറ്റ കൊണ്ടുപോകാനും സെപ്പറേറ്റ് ബസ് നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ഓക്കെ, ആ കോൺസെപ്റ്റ്. ഇപ്പോൾ ബോത്ത് ബസ്സസ് ആർ 32 ബിറ്റ് വൈഡ്. രണ്ട് ബസ്സിൻ്റെയും സൈസ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 32 ബിറ്റാണ്. ഓക്കെ, ഇത് രണ്ടും 32 ബിറ്റാണ് അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഓക്കെ, so these are the basic concept of Motorola MC68040 and VAX A600 processor. ഓക്കെ, സിസ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് ആർക്കിടെക്ചറാണ് പഠിക്കാനുള്ളത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്, സിമ്പിളാണ്. You just study the block diagram and write the theory by looking into the block diagram, and additional points you have to memorize it. ക്ലിയർ? അങ്ങനെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് സിസ്കിലുള്ള രണ്ട് ആർക്കിടെക്ചർ. ഇത് നല്ലപോലെ പഠിക്കുക, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ഇടുന്നില്ല. ഓക്കെ, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഞാൻ എന്നുള്ള അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് തരാം. ഓക്കെ, ഇപ്പോൾ ഇത് പഠിച്ചിട്ട് നല്ലപോലെ പഠിച്ചിട്ട് വരിക. ഓക്കെ, താങ്ക് യു.